മീശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്ന കണ്ടിട്ടുണ്ടോ? മാജിക് മഷ്റൂം കണ്ടിട്ടുണ്ടോ? ഇതൊന്നും കാണാതെ ധൃതി പിടിച്ച് അങ്ങോട്ട് നിന്നിട്ട് പെന്നയ്യൻ അവിടെ ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ നീ ഇതൊക്കെ കണ്ടിട്ടാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് ചോദിക്കും. ഇതൊക്കെ നമുക്ക് വേണ്ടിയല്ലേ മൂപ്പർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതൊക്കെ ഒന്ന് കണ്ട് ഹാപ്പി ആയിട്ട് കാലം കൊടുത്തു. ഹലോ നമസ്കാരം. അതെ, ഇതൊക്കെ കാണാതെ വീട്ടെന്തിനാ? അതുകൊണ്ട് ഇന്ന് നമുക്ക് യാത്ര പോവാം. ജർമ്മനിയിലല്ല, മറിച്ച് ജർമ്മനിയുടെ തൊട്ടടുത്ത രാജ്യമായ ഫ്രാൻസിലേക്ക്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവൻ രംഗപ്രവേശനം ചെയ്യുകയാണ്. കാൾസ്റൂഹെ ഹോഫ്ബാനോഫ്. ഇവനിൽ കയറിയാണ് നമ്മൾ ഫ്രാൻസിലേക്ക് പോകുന്നത്. ഫ്രാൻസിലെ സ്ട്രാസ്ബുർഗ് എന്ന നഗരവും അവിടുത്തെ ഒരു മനോഹരമായ കത്തീഡ്രലും തൊട്ടടുത്ത ടെഡി ബിയർ സ്ട്രീറ്റും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. യൂറോപ്പിലെ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് എപ്പോഴും അതിമനോഹരമായിരിക്കും. ഇപ്പോഴും അതേ പതിവ് തെറ്റിച്ചില്ല. അങ്ങനെ ചുറ്റുമുള്ള യാത്രകൾ കണ്ടുപോയപ്പോഴേക്കും ഒരു വിചിത്രമായൊരു ബോർഡ് കണ്ടു. ഒരു സ്റ്റേഷൻ്റെ പേരാണിത്. ഇത് ഞാൻ വായിക്കാനായിട്ട് കുറേ ശ്രമിച്ചെങ്കിലും എന്നെ കൊണ്ട് പറ്റിയില്ല. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ വായിച്ചു നോക്കിക്കോട്ടോ. പിന്നെ നമ്മൾ വീണ്ടും കുറേ ദൂരം സഞ്ചരിച്ചു. അവസാനം നമ്മൾ സ്ട്രാസ്ബുർഗ് ഹോഫ്ബാനോഫിലെത്തി. ഹോഫ്ബാനോഫ് മീൻസ് റെയിൽവേ സ്റ്റേഷൻ. അവിടെ എത്തിയപ്പോഴേക്കും ദേ നിൽക്കുന്നു മറ്റൊരാൾ. ശ്രീലങ്കയിലുള്ള കാഞ്ചനേക്ക. അക്കയെ കണ്ടപ്പോഴേക്കും ഉള്ളിലുള്ള തമിഴെല്ലാം പൊടിതട്ടിയെടുക്കാൻ വേണ്ടി കൂടി. അങ്ങനെ കുറച്ചു നേരം അക്കയോട് സംസാരിച്ച് നിന്ന് ഒരു സ്നാക്സും വാങ്ങിച്ചു. പോകാനിറങ്ങിയപ്പോൾ 2 സ്നാക്സും ഫ്രീ ആയിട്ട് കൂടി അക്ക നമുക്ക് തന്നു. അക്കയ്ക്ക് അതിനിപ്പോഴും എപ്പോഴും ഒത്തിരി നന്ദി. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് മറ്റൊരു കാര്യം അറിഞ്ഞത്. ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് വെച്ചിട്ട് ജർമ്മനിയിൽ മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കൂ. ഫ്രാൻസിൽ യാത്ര വേണമെങ്കിൽ ഇവിടുത്തെ ടിക്കറ്റ് വേണം. അങ്ങനെ ടിക്കറ്റ് എടുക്കാനായിട്ട് കൗണ്ടറിൽ ചെന്ന് നിന്നപ്പോഴേക്കും എൻ്റെ അമ്മോ, ഇതുപോലെ ഞങ്ങളെയും ആട്ടി വിട്ടു. അതുകൊണ്ട് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്ത് അടുത്ത വണ്ടി ചാടിക്കയറി. സ്ട്രാസ്ബുർഗ് പണ്ട് ജർമ്മനിയുടെ ഭാഗമായിരുന്നെങ്കിലും ഇപ്പോൾ അത് ഫ്രാൻസിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭക്ഷണത്തിലും കെട്ടിട നിർമ്മാണത്തിലും 2 രാജ്യങ്ങളുടെയും ശൈലി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാണ് സ്ട്രാസ്ബുർഗ് കത്തീഡ്രലിൻ്റെയും ടെഡി ബിയർ സ്ട്രീറ്റിൻ്റെയും എൻട്രൻസ്. ഇപ്പോൾ ഇവിടെ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ കാണാൻ അത്ര ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യം നമുക്ക് കത്തീഡ്രലിലേക്ക് പോകാം, അതിനുശേഷം വന്നിട്ട് ഇവിടെയൊക്കെ കാണാം.
ഇതാണ് സ്ട്രാസ്ബുർഗ് കത്തീഡ്രൽ. ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ മധ്യകാലത്ത് നിർമ്മിച്ച ഒരു പള്ളിയാണിത്. 1015 നിർമ്മാണം ആരംഭിച്ച ഈ പള്ളി ഏകദേശം 400 വർഷമെടുത്താണ് ഈ കാണുന്ന രൂപത്തിലേക്ക് എത്തിയത്. വോസ്ഗസ് മലനിരകളിൽ നിന്നുള്ള പിങ്ക് സ്റ്റാൻഡ്സ്റ്റോൺ ഉപയോഗിച്ചാണ് ഈ കത്തീഡ്രൽ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശത്തിൽ ഇതിന് പ്രത്യേക ഭംഗിയായിരിക്കും. ഈ പള്ളിക്ക് ചുറ്റും എപ്പോഴും നല്ല തണുത്ത കാറ്റ് വീശാറുണ്ട്. പള്ളിക്കുള്ളിൽ അകപ്പെട്ടു പോയ തൻ്റെ യജമാനനായ പിശാചിനെ കാത്ത് പുറത്തു നിൽക്കുന്ന തൻ്റെ കുതിര വേഗത്തിൽ ഓടുന്നത് വഴി ഉണ്ടായ കാറ്റാണെന്നാണ് ഇവിടെയുള്ളവരുടെ ഐതിഹ്യം. സയൻറ്റിഫിക്കലി ഈ കാറ്റിന് മറ്റൊരു മറുവശം ഉണ്ടെങ്കിലും ഫ്രാൻസിലെ ആളുകളുടെ ഉള്ളിൽ ഇന്നും ഈ ഐതിഹ്യം കെട്ടുകഥയായി തന്നെ നിലനിൽക്കുന്നു. സാധാരണ ഇത്തരം വലിയ പള്ളികൾക്ക് 2 ഗോപുരങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇവിടെ ഒരെണ്ണം മാത്രമേ കാണാൻ സാധിക്കൂ. കാരണം പണമില്ലാത്തതുകൊണ്ടല്ല. 2 ഗോപുരങ്ങൾ കൂടി പണിതാൽ അതിൻ്റെ ഭാരം താങ്ങാൻ താഴത്തെ മണ്ണ് അനുവദിക്കില്ല എന്നതായിരുന്നു അക്കാലത്തെ എഞ്ചിനീയർമാർ കണ്ടെത്തിയത്. അതുകൊണ്ട് നൂറ്റാണ്ടുകളായി ഇത് ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ഫ്രഞ്ച് വിപ്ലവകാലത്ത് തീവ്രവാദികൾ ഈ പള്ളിയുടെ ഗോപുരം തകർക്കാൻ ശ്രമിച്ചിരുന്നു. ഉയരം കൂടിയ ഗോപുരം സമത്വത്തിന് എതിരാണ് എന്നായിരുന്നു അവരുടെ അന്നത്തെ വാദം. എന്നാൽ ബുദ്ധിമാന്മാരായ നാട്ടുകാർ ഗോപുരത്തിന് മുകളിൽ വിപ്ലവത്തിൻ്റെ അടയാളമായ ഒരു വലിയ ചുവന്ന തൊപ്പി ധരിപ്പിച്ചു. അങ്ങനെ ആ ഗോപുരം അന്ന് തകർക്കപ്പെടാതെ രക്ഷപ്പെട്ടു. ഈ പള്ളിക്കകത്ത് മറ്റൊരു വിചിത്രമായൊരു കാര്യം കൂടിയുണ്ട്. ആസ്ട്രോണമിക്കൽ ക്ലോക്ക്. പള്ളിക്കുള്ളിൽ ഈ ക്ലോക്ക് കാണാനായിട്ട് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്താറുണ്ട്. ഓരോ 15 മിനിറ്റിലും ഓരോ ആൾരൂപം പുറത്തു വരും. ആദ്യം ഒരു കുട്ടി, പിന്നെ യുവാവ്, പിന്നെ വൃദ്ധൻ, പിന്നെ മരണം. ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:30 ഈ ക്ലോക്കിലെ ബൊമ്മകൾ ഒരേ സമയം ചലിക്കുന്ന അത്ഭുതകരമായ കാഴ്ച ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോഴും അത് നിലയ്ക്കാതെ ഓടുന്നു എന്നത് വളരെ അത്ഭുതകരമായ ഒരു കാഴ്ച തന്നെയാണ്. അതുപോലെ തന്നെ കത്തീഡ്രലിന് താഴെയായിട്ട് വലിയ ജലാശയമുണ്ടെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ വിശ്വസിച്ചിരുന്നത്. പള്ളി തകർന്നു വീഴാതിരിക്കുന്നത് ഈ ജലത്തിന് മുകളിലൂടെ പള്ളി ഒഴുകി നടക്കുന്നു എന്നതായിരുന്നു അന്നത്തെ വാദം. പിൽക്കാലത്ത് അതൊരു ചെറിയ നീരുറവ മാത്രമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഈ പള്ളിയുടെ മുകളിൽ കയറാൻ 332 പടിക്കെട്ടുകളുണ്ട്. മുകളിലെത്തിയാൽ ജർമ്മനിയും ഫ്രാൻസും ഒരുപോലെ കാണാൻ സാധിക്കും.